പിടുത്തമുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് കൊച്ചുവേലിയിലാണത്. അപ്പോൾ ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം മോർണിംഗ് വൈസ് പോകുന്നത്. തിരുവനന്തപുരം കൊച്ചുവേലിയിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് വിവരം. പുലർച്ചെ 3:00 തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞോ? ഹലോ, പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു വേളിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു വേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിൽ തീപിടുത്തമുണ്ടായത്. 5 മണിയോടുകൂടിയോടെ ഫയർഫോഴ്സ് എത്തി. വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റുകളും അവിടേക്ക് എത്തി. തീ അണച്ചു. ഇപ്പോഴും ആ തീ പൂർണ്ണമായും മാറിയെങ്കിലും കനത്ത പുക ആ പ്രദേശത്തുണ്ട്. അതുകൂടി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘം ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റുകളും ശാഖയിലെയും കഴക്കൂട്ടത്തെയും അതുപോലെ ചെങ്ങൽച്ചൂടിലെ എല്ലാ യൂണിറ്റുകളും അവിടേക്ക് എത്തിയാണ്. തീ അണക്കൽ പ്രവർത്തനങ്ങൾ 20 യൂണിറ്റാണ് അവിടെ ആകെ എത്തിയത്. പുലർച്ചെ 3 മണിയോടുകൂടി ആരംഭിച്ച തുടങ്ങിയ തീപിടുത്തം എന്താണ് അതിന് കാരണമെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോഴും പൂർണ്ണമായും തീ അണഞ്ഞിട്ടില്ല. ചെറിയ രീതിയിൽ തീയുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ആളിക്കത്തുന്നതും തൊട്ടടുത്ത ഏരിയയിലേക്ക് ഇത് പോകുന്നതും തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 മണി മുതൽ ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട തീ അണയ്ക്കാൻ ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. അരുൺ, ഇതൊരു പ്ലാസ്റ്റിക് ഗോഡൌൺ ആണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് എന്തെങ്കിലും വിവരം ലഭ്യമാണോ? പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റ് ആണത്. എന്താണ് തീപിടുത്ത കാരണമെന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും വൈകാതെ ഫയർഫോഴ്സ് സംഘം ആരംഭിക്കും. ഏതായാലും വലിയ രീതിയിലുള്ള തീപിടുത്തമാണ്. നമുക്കറിയാം, വേളിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. നിരവധി ഇത്തരത്തിലുള്ള കമ്പനികളുള്ള സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അശ്രദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുമാണോ തീപിടുത്തത്തിന് കാരണമെന്നതിൽ വ്യക്തതയുണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇതിനുശേഷം ഫയർഫോഴ്സ് ആരംഭിക്കും. ഓക്കെ, അപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഈ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഒക്കെ എത്തി. ഇത് അവിടെ ജീവനക്കാർ തന്നെയാണോ തീപിടുത്തം ഉണ്ടായത് അറിയിച്ചത്, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണോ? അങ്ങനെയാണ് ഫയർഫോഴ്സിൽ അറിയിക്കുന്നത്. അവിടെ നിന്നുള്ള ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ ഈ ജീവനക്കാർ തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങിയത്. പക്ഷെ വലിയ രീതിയിൽ തീ ആളിക്കത്തി. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആദ്യം എത്തിയ യൂണിറ്റുകൾക്ക് മാത്രം അത് അണയ്ക്കാൻ കഴിയുമായിരുന്നില്ല. വലിയ രീതിയിലുള്ള തീപിടുത്തമായതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റുകളെ അവിടേക്ക് വിളിക്കുകയായിരുന്നു. 20 യൂണിറ്റാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 20 വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള 20ഓളം യൂണിറ്റുകളാണ് അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ഇപ്പോഴും പൂർണ്ണമായും അണഞ്ഞു എന്ന് പറയാൻ കഴിഞ്ഞ തീ ആളിക്കത്തുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്കിലും ശക്തമായ പുക പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുകൂടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘങ്ങളുള്ളത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് കൊച്ചുവേലിയിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടുകൂടി തീപിടുത്തമുണ്ടായി. അത് ഒരു പ്ലാസ്റ്റിക് പ്രോസസിംഗ് ഗോഡൌൺ ആണ്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിലുണ്ടായ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ ഏതാണ്ട് മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തിയാണ്. വലിയൊരു തീപിടുത്തമായിരുന്നു. അപ്പോൾ അതിൻ്റെ നാശനഷ്ട കണക്കുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേയുള്ളൂ. കാരണം അതിൻ്റെ പ്രാഥമിക നിഗമനങ്ങളൊക്കെ വരുന്നതേയുള്ളൂ. വരും സമയങ്ങളിൽ അതിൻ്റെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് കരുതുന്നു.